നമസ്കാരം. എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും എടുക്കേണ്ട ഏറ്റവും പ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളതാണ്. ഇൻഫാക്ട് ഈ ഒരൊറ്റ തീരുമാനം ശരിയായി എടുത്തു കഴിഞ്ഞാൽ തന്നെ എഞ്ചിനീയറിംഗ് പഠനം വളരെ എൻജോയബിൾ ആവുകയും എനർജറ്റിക് ആവുകയും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നല്ല ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കരിയർ തിരഞ്ഞെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ നിലവിലുള്ളത് നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ്, മെയിൻ ബ്രാഞ്ചുകളും സബ് ബ്രാഞ്ചുകളും ഒക്കെ ആയിട്ടുകൊണ്ട്. ഇത് വലിയ കൺഫ്യൂഷൻസ് ആണ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഷോർട്ട് ടേമിലുള്ള ഒരു പോപ്പുലാരിറ്റിയും അതോടൊപ്പം തന്നെ ലോങ് ടേമിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ബ്രാഞ്ചുകളെ കുറിച്ചുള്ള ഒരു ടോപ്പ് 10 ബ്രാഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടും എന്ന് വിചാരിക്കുന്നു. ഇൻഫാക്ട് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം, നമുക്ക് അനുയോജ്യമായ ബ്രാഞ്ച് എങ്ങനെ തിരഞ്ഞെടുക്കണം, അതോടൊപ്പം തന്നെ പഠനകാലത്ത് തിരഞ്ഞെടുത്ത ബ്രാഞ്ചിൽ ഏതൊക്കെ സ്കില്ലുകളാണ് നമ്മൾ അക്വയർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ച് ജനറൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഈ ബ്രാഞ്ചുകൾ നമ്മൾ 1 to 10 എന്ന റാങ്കിംഗ് നടത്തുന്നില്ല, പകരം ആൽഫബറ്റിക് ഓർഡറിൽ ഈ 10 പ്രസന്റ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിലുള്ള അപ്രൂവലുള്ള നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് 10 പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റു ബ്രാഞ്ചുകളും തിരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായും തിരഞ്ഞെടുക്കാവുന്ന 10 ബ്രാഞ്ചുകളെ കുറിച്ചാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. കറന്റ് ട്രെൻഡുകളും റാങ്കിങ്ങുകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അനുയോജ്യമായ ഒരു ബ്രാഞ്ചിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10 ടോപ്പ് 10 നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സ്കിൽസ്, ഇൻട്രസ്റ്റ്, ഓറിയന്റേഷൻ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളൊരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കാൻ. അത് നമുക്ക് തന്നെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനും മടിക്കേണ്ടതില്ല. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ബ്രാഞ്ച് നമുക്ക് അനുയോജ്യമായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീഡിയോ അവസാനം വരെ കാണുക. എല്ലാവർക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുമെന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കിനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ബ്രാഞ്ചുകളിലേക്ക് 1 by 1 ആയിട്ട് പോകാം. നമുക്ക് ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒന്ന് നോക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണിത്. ഇഫ് യു ഹാവ് എ സ്പെഷ്യൽ ലവ് ഫോർ സ്കൈ, ഡിസൈൻ ഓഫ് എയറോപ്ലെയിൻസ്, റോക്കറ്റ്സ്, സാറ്റലൈറ്റ്സ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഏരിയ ആണ് എങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വളരെ നല്ല ഒരു ബ്രാഞ്ച് ആയിരിക്കും നിങ്ങൾക്ക്. ഏറ്റവും നല്ല ഫാക്കൽറ്റീസ്, ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ള ക്യാമ്പസുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് മാത്രമേ എയറോസ്പേസ് പഠിക്കാവൂ എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. അഡ്വാൻസ് ലബോറട്ടറി ഫെസിലിറ്റീസ്, ഫാക്കൽറ്റി എക്സ്പെർട്ടൈസ് ഇതൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനുള്ള ക്യാമ്പസുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു കോഴ്സാണിത്. പഠനകാലത്ത് തന്നെ അഡീഷണൽ ആയിട്ട് ബേസിക് സ്കിൽസ്, ഇന്റർമീഡിയറ്റ് സ്കിൽസ്, അഡ്വാൻസ് സ്കിൽസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർസ്, സോളിഡ് വർക്ക്സ്, ഫ്യൂഷൻ 360 ഇവയോടൊപ്പം തന്നെ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് CFD യിൽ നമുക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ആൻസിസ്, സിംസ്കെയിൽ തുടങ്ങിയ സോഫ്റ്റ്വെയർ ഇതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്രോൺ ബേസ്ഡ് മിനി പ്രോജക്റ്റുകളും മേജർ പ്രോജക്റ്റുകളും ഒക്കെ എയറോസ്പേസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ജോലി കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഏരിയാസ് ആയിരിക്കും. അടുത്തത് നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് നോക്കാം. ബിടെക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ബൈ നേച്ചർ നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് നല്ല താല്പര്യമുണ്ട് എങ്കിൽ ബയോമെഡിക്കൽ ഇക്വിപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ട ഇക്വിപ്മെന്റ്സ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ വിവിധങ്ങളായ ഇക്വിപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ വിഭാഗം വരുന്നതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. പഠനകാലത്ത് മാത്തമാറ്റിക്സിനോടൊപ്പം തന്നെ ബയോളജിയിൽ കൂടി താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ബയോമെഡിക്കൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിരിക്കും. പഠനകാലത്ത് ബേസിക് സ്കില്ലുകളായിട്ട് ഹ്യൂമൻ ഫിസിയോളജി, അതോടൊപ്പം തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് ഇതൊക്കെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ബയോമെഡിക്കൽ സിഗ്നൽ പ്രോസസിംഗ് സ്കിൽസ് മാറ്റ്ലാബ് ഒക്കെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ഫൈനൽ ഇയർ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെയിൻ പ്രോജക്റ്റുകൾ, മിനി പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് ചെയ്യുക. ബയോമെഡിക്കൽ റിലേറ്റഡ് R&D പ്രോജക്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ജോലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. Now let us look into chemical engineering, BTech in chemical engineering. This is a combination of chemistry and physics with engineering principles. Creating new products in pharmaceuticals, food items, medicines, ഇതിനൊക്കെ വേണ്ട പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ടി വരുന്നത്. കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സസ്, കെമിക്കൽ റിയാക്ടേഴ്സ് ഇതൊക്കെ നമുക്ക് ഈ ബ്രാഞ്ചിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. പ്രോസസ് എഞ്ചിനീയറിംഗ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോസസ്സസ്, കെമിക്കൽ റിയാക്ടേഴ്സ് ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ഡൊമൈനാണ് ബിടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ് എങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിരിക്കും. ബേസിക് സ്കില്ലുകളായിട്ട് കെമിസ്ട്രി സിമുലേഷൻ സോഫ്റ്റ്വെയർസ് പഠിക്കണം. അതോടൊപ്പം ഇന്റർമീഡിയറ്റ് സ്കില്ലുകളായിട്ട് നമുക്ക് പ്രോസസ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് എടുക്കാം. പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഡേറ്റ ഹാൻഡ്ലിംഗ്, പ്ലാന്റ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ ഏരിയകൾ കൂടി ഫോക്കസ് ചെയ്താൽ നമുക്കത് പ്ലേസ്മെന്റിന് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഇസ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, ബ്രിഡ്ജസ്, ഡിസൈനിങ് ബിഗ് ബിൽഡിംഗ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ബിൽഡിംഗ്സ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ കീഴിൽ വരുന്ന മേഖലകളാണെന്ന് നമുക്കറിയാമല്ലോ.
നമ്മുടെ രാജ്യവും മറ്റെല്ലാ രാജ്യങ്ങളും തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വളരെയധികം ഫോക്കസ് കൊടുക്കുന്ന ഒരു കാലമാണ്. നമുക്ക് ഡ്രോയിങ്ങിലും സ്കെച്ചിങ്ങിലും ഒക്കെ താല്പര്യമുണ്ട് എങ്കിൽ ഇത്തരം ഏരിയകളിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഏരിയകളിലൊക്കെ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് എങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാം. ബേസിക് സ്കില്ലുകളായിട്ട് ഓട്ടോ കാഡ്, അതുപോലെ സ്കെച്ചിങ് സോഫ്റ്റ്വെയർ, സ്കെച്ചപ്പ് തുടങ്ങിയവയൊക്കെ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കണം ബേസിക് സ്കില്ലുകളായിട്ട്. നെക്സ്റ്റ് ലെവലിൽ റെവിറ്റ്, സ്റ്റാർട്ട് പ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളൊക്കെ പഠിച്ചെടുക്കുകയും ഇതോടൊപ്പം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ, ഇന്റേൺഷിപ്പ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ കഴിയുന്നത്ര കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഡയറക്ട്ലി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുകയും ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഉൾപ്പെടെ നമുക്ക് ധാരാളം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നോക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കോഡിംഗ്, പ്രോഗ്രാമിംഗ് സ്കിൽസ്, ടെക്നോളജി ആൻഡ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ലോജിക്കൽ റീസണിംഗ് സ്കിൽസ്, പേഷ്യൻസ് ടു സിറ്റ് ഫോർ ലോങ് ടൈം, ഇതൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ധാരാളമായി ഇന്നോവേഷൻസും ഡെവലപ്മെന്റ്സും ഒക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മൾക്കൊരു ലൈഫ് ലോങ് ലേണിംഗ്. എവറി ഡേ യു ടു ലേൺ ന്യൂ തിങ്സ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ തുടങ്ങി മൾട്ടിനാഷണൽ ജയൻസിൽ വരെ ധാരാളം ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് റെഗുലർ കരിക്കുലത്തോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് അപ്ഡേറ്റിംഗ് യുവർ സെൽഫ് വിത്ത് സ്കിൽസ്. ഫൗണ്ടേഷണൽ ബേസിക് സ്കിൽസ് എന്ന നിലയിൽ പൈത്തൺ പ്രോഗ്രാമിംഗ്, C++, GitHub പ്രോജക്ട്സ് ഇവയിലൊക്കെ എക്സ്പോഷർ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ പഠനകാലത്ത് നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇവയിലൊക്കെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവുകയും HTML, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയവയിലൊക്കെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതിന്റെയും ആവശ്യം നന്നായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. എലോങ് വിത്ത് ദിസ് ഇന്റേൺഷിപ്പ്, ഹാക്കത്തോണൊക്കെ ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇങ്ങനെ 4 വർഷം കൊണ്ട് നമ്മുടെ സ്കില്ലുകൾ ഇൻ അഡീഷൻ ടു ദി റെഗുലർ കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസിന് അനുബന്ധമായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുള്ള പുതിയ ബ്രാഞ്ചുകളിൽ പെടുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് ഡേറ്റ സയൻസ്. മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റിയിൽ ഒക്കെ സ്പെസിഫിക് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസസ് തുടങ്ങിയവയിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുന്നതിന് തെറ്റില്ല. ഇൻ ജനറൽ കമ്പ്യൂട്ടർ സയൻസ് ബേസിക്സ് പഠിച്ചതിന് ശേഷം സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലേക്ക് വരുമ്പോഴാണ് സ്പെഷ്യലൈസ് ചെയ്യാറ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട് എങ്കിൽ ഈ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ബേസിക് സ്കിൽസ് ആയിട്ട് പൈത്തണിനൊപ്പം തന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് ലെവലിൽ മെഷീൻ ലേണിംഗ് ടൂൾസ്, ടെൻസർ ഫ്ലോ തുടങ്ങിയ മെഷീൻ ലേണിംഗ് ടൂൾസിൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കണം. ഇന്റേൺഷിപ്പുകളിലും പ്രോജക്ട് ലെവലിലേക്കൊക്കെ വരുമ്പോൾ അഡ്വാൻസ് ലെവലിലുള്ള ഓപ്പൺ സോഴ്സ് ഡേറ്റ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് പ്ലേസ്മെന്റിന് നമുക്ക് ഈസിയായി മാറുന്നത്. നെക്സ്റ്റ്, ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്, EEE എന്ന് പറയും. ഇഫ് യു ആർ ഫാസിനേറ്റഡ് അബൌട്ട് ഇലക്ട്രിക് പവർ, പവർ ജനറേഷൻ, സസ്റ്റൈനബിൾ എനർജി, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു നല്ല ഏരിയ ആയിരിക്കും. As you know, power is essential in everyday life. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. പഠനകാലത്ത് ബേസിക് സ്കിൽ എന്ന നിലയിൽ സർക്യൂട്ട് ഡിസൈൻ, സിമുലേഷൻസ്, ടിങ്കർ കാഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ലെവലിൽ PLC ബേസിക്സ്, ഓർഡിനോ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാം. ഇന്റേൺഷിപ്പും പ്രോജക്റ്റുകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈനിലേക്ക്, ഇപ്പോൾ സോളാർ എനർജി, റിന്യൂവബിൾ എനർജി, ഏതൊക്കെയാണോ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ അതിൽ സ്പെസിഫിക് ആയിട്ട് പ്രോജക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പ്ലേസ്മെന്റ് ഈസി ആയി വരുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ബ്രാഞ്ച് നോക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ ഹൗ ഡിവൈസസ് വർക്ക്, ഹൗ ഇലക്ട്രോണിക് കമ്പോണൻസ് വർക്ക്, ഹൗ സിസ്റ്റംസ് വർക്ക്, സർക്യൂട്ട്സ്, ചിപ്സ്, സ്മാർട്ട് ഫോൺസ്, സാറ്റലൈറ്റ്സ്, ഇവയിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, സ്പേസ്, ബയോമെഡിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത്. ഇലക്ട്രോണിക്സ് ആർക്കായിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളത്? നമ്മുടെ പഠനകാലത്ത് ഫിസിക്സിനോട് നല്ല താല്പര്യമുണ്ടെങ്കിൽ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇതിലൊക്കെ നല്ല താല്പര്യം തോന്നുന്നുണ്ട് എങ്കിൽ ഇലക്ട്രോണിക്സ് ഒരു നല്ല ബ്രാഞ്ച് ആയിരിക്കും. പഠിക്കുന്ന സമയത്ത് അഡീഷണൽ സ്കില്ലുകളായിട്ട് സോൾഡറിംഗ്, ബ്രെഡ് ബോർഡിംഗ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം ഓർഡിനോ പഠിച്ചെടുക്കുന്നതും വളരെ നല്ലതാണ്. നെക്സ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ സ്കില്ലുകളായിട്ട് നമുക്ക് PCB ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈഗിൾ കാഡ്, KA CAD ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഫൈനൽ ഇയർ പ്രോജക്റ്റുകളിലേക്ക് പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നിർബന്ധമായും ചെയ്തിരിക്കുക. ഇങ്ങനെ നമ്മൾ ആവശ്യം വേണ്ട സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ്, ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് മെഷീൻസ്, മെഷീനറീസ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ എങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു നല്ല ബ്രാഞ്ചാണ്. മെഷീൻ ടൂൾസ്, ഓട്ടോമേഷൻ, മാനുഫാക്ചറിംഗ് സെക്ടർ ഇവയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുള്ള ഏരിയകളാണ്. പഠനകാലത്ത് ബേസിക് സ്കില്ലുകളായിട്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, സോളിഡ് വർക്ക്സ് ഒക്കെ പഠിക്കുക. ഇതോടൊപ്പം നെക്സ്റ്റ് ലെവലായിട്ട് ഡിസൈൻ അനാലിസിസ് സോഫ്റ്റ്വെയർസ്, ഫ്യൂഷൻ 360 തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ പഠിച്ചെടുക്കണം. റോബോട്ടിക്സ്, മെക്കട്രോണിക്സ് തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ തന്നെ പ്രോജക്റ്റുകൾ ചെയ്ത്, മിനി പ്രോജക്റ്റുകൾ, മേജർ പ്രോജക്റ്റുകൾ ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കണം നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും. ഇതുപോലെ സെൽഫ് അപ്സ്കില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലേസ്മെന്റ് ഈസി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞപ്പോൾ സ്പേസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞുവെങ്കിൽ, കടലിനോട് അനുബന്ധിച്ച് ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഏരിയയാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്.
ഷിപ്പ് ഡിസൈൻ ഓഫ് ഷിപ്സ് മുതൽ കട്ടിംഗ് എഡ്ജ് അഡ്വാൻസ് വാർഷിപ്സ് വരെയുള്ള ഡിസൈനുകളൊക്കെ വരുന്ന ഏരിയയാണ് നേവൽ ആർക്കിടെക്ചർ. പഠനകാലത്ത് ബേസിക് സ്കില്ലുകളായിട്ട് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുക, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ പഠിക്കുക. അതോടൊപ്പം നെക്സ്റ്റ് ലെവലായിട്ട് മെറൈൻ ടൂൾസ്, മാക്സർ തുടങ്ങിയ മെറൈൻ ടൂൾസ് ഒക്കെ പഠിച്ചെടുക്കണം. നമ്മുടെ ഇന്റേൺഷിപ്പും പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഷിപ്പ് യാർഡുകൾ, കോസ്റ്റൽ ലാബുകളിലൊക്കെ സ്പെസിഫിക് ആയിട്ട് ചെയ്താൽ വളരെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുകയും അത് തന്നെ നമുക്ക് പ്ലേസ്മെന്റിന് വളരെയധികം ഉപയോഗപ്പെടുകയും ചെയ്യുമെന്നാണ് കണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ 10 ബ്രാഞ്ചുകൾ ഏതും തിരഞ്ഞെടുക്കുന്നതിന് ഒരു സംശയം വിചാരിക്കേണ്ടതില്ല. ലോങ് ടേമിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഇവയൊക്കെ. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഈ 10ൽ ലിമിറ്റഡ് അല്ല എന്ന് പ്രത്യേകം ഓർക്കുക. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെറൈൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിഫറെന്റ് ഏരിയസ് വേറെയും ഉണ്ട്. അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള അനാലിസിസ് നടത്തിയിട്ട് വേണം. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ ഏത് കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് ആണോ എന്നും അതിനുള്ള ജോലി സാധ്യതകൾ എന്ത് എന്നും അത് ലോങ് ടേം സസ്റ്റൈനബിൾ ആണോ എന്നും പ്രത്യേകമായിട്ട് പഠിക്കണം. സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ ഇത് ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കരുത്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും പിയർ ഇൻഫ്ലുവൻസ്, മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇതൊന്നുമല്ല ബാധിക്കേണ്ടത്. ശരിയായ പഠനം, ശരിയായ എക്സസൈസ് നടത്തിയിട്ട് വേണം ഇത് തിരഞ്ഞെടുക്കാൻ എന്ന കാര്യം എപ്പോഴും ഓർമ്മിച്ചുകൊള്ളുക. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത ബ്രാഞ്ചുകളെക്കുറിച്ചോ മറ്റേതെങ്കിലും ബ്രാഞ്ചുകളെക്കുറിച്ചോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയർ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.